ആ എഴുതി ചേച്ചി എഴുത്, നന്നായിട്ട് എഴുത്, കത്തി കയറട്ട്. ചേച്ചി വാക്കുകളൊക്കെ ഇങ്ങനെ ഒഴുകണം, അനർഗളം നിർഗളമായിട്ട് വേണം വാക്കുകൾ വരാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന്. ചേച്ചിയുടെ പ്രണയത്തെ ഈ ലോകം കാണണം, തിരിച്ചറിയണം, അംഗീകരിക്കണം. എന്താ എന്താ ഇവിടെ? ഒരു പ്രണയലേഖനം. ലച്ചു ലച്ചു ചേച്ചി അളിയൻ എഴുതുന്ന പ്രണയലേഖനം. ലച്ചു, ഞാൻ നിന്നോട് എന്തോ പറഞ്ഞിട്ടുള്ളേ? എന്താ പറഞ്ഞമ്മ? അത് ലച്ചുവിനറിയാം. എന്നാലും നമ്മളും കൂടെ ഒന്ന് അറിയട്ടെ. ലച്ചു, നീ അകത്ത് പോകാൻ നോക്ക്. അപ്പോ പ്രണയലേഖനം ഏത് സമയം ഈ വീട്ടിലുള്ളവർക്ക് പ്രേമം പ്രേമം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ പ്രേമം പാടില്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടേട്ടനെ കാണാതെ ഞാൻ ഇവിടെ എന്തോരം വിഷമിച്ചിരിക്കുകയാണ് എന്നറിയുമോ? ഇവിടെ ജാനകി തിയേറ്ററിൽ നസീർ സാറിന്റെയും ഷീലയുടെയും പുതിയ സിനിമ വന്നിട്ടുണ്ട്. കുട്ടേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായില്ലേ, നീ ഇപ്പോഴും എന്തിനാണ് കുട്ടന്റെ വാലിൽ തൂങ്ങി നടക്കുന്നത്, നാട്ടുകാർ കണ്ടാൽ കളിയാക്കൂലേ എന്ന്. പക്ഷേ അതിനെനിക്കൊരു കുഴപ്പവുമില്ല. നമ്മൾ പ്രണയിക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താ 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 തീർന്നിട്ടില്ല എന്ന് കുട്ടേട്ടന്റെ സ്വന്തം ഭവു ഒപ്പ്. ബബു? ഏതാ ഈ ബബു? വേറെ ആരാ? പടവലം വീട്ടിൽ കുട്ടമ്പള്ളിയുടെ പ്രിയതമ ചൊന്നർത്തല ഭവാനിയമ്മ. പെറ്റ് നെയിം ഭവു. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? അപ്പൂപ്പനെ പണ്ട് കോയമ്പത്തൂർ എന്തോ കൃഷി ആവശ്യത്തിന് വേണ്ടി പോയില്ലായിരുന്ന, അപ്പം എഴുതിയ കത്താ ഇല്ലയോ? അപ്പൂപ്പന്റെ കുറെ എഴുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിന്ന് ചുരണ്ടിയതാ. എന്റെ അമ്മൂമ്മ, നമ്മൾ ഈ വീട്ടില് സ്നേഹത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റിയൊക്കെയല്ലേ പറയുന്നേ, അല്ലാണ്ട് വെറുപ്പിനെ പറ്റിയൊന്നുമല്ലല്ലോ. ഇതേ എടുത്തു കൊടുക്ക, ഫ്ലവേഴ്സ് കൊടുക്കട്ടെ കുട്ടേട്ടന്റെ ഭവു. കൊടുത്തോ? ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എവിടെ പോവടെ? ഞാനത് എവിടെ വെച്ചേ? മുട്ടൂത്ത് അതിന്റെ ആവശ്യമുണ്ടോ? ആ ഉണ്ട്. ഐ ലവ് I love you too.